ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതെൻ്റെ അഞ്ചേച്ചി വരച്ചു തന്ന ബോട്ടിലാണ് കേട്ടോ. എനിക്ക് കൃഷ്ണ ഭഗവാനെ ഭയങ്കര ഇഷ്ടം, അഞ്ചേച്ചിക്ക് അറിയാം. അപ്പം അഞ്ചേച്ചി അങ്ങനെ വരച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ഈ ഫോട്ടോ ഉണ്ട്, ഇത് ഇപ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ. ഞങ്ങളുടെ പൂജാ റൂം ചെറിയതാവുക കാരണം കൊണ്ട് വലിയ വിഗ്രഹങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല, വലിയ ഫോട്ടോസൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹത്തിന് പൂജാ റൂമിൻ്റെ മുകളിലായിട്ട് അങ്ങനെ വെച്ചതാട്ടോ. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ കണ്ടോ, അത് ഇപ്രാവശ്യം വാങ്ങിച്ചതാട്ടോ. പിന്നെ കുബേരസ്വാമി, എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ ദൈവങ്ങളും നമ്മുടെ പൂജാ റൂമിൻ്റെ ഉള്ളിലുണ്ട്. കൂടുതലും കൃഷ്ണ ഭഗവാനാട്ടോ. എനിക്ക് കൃഷ്ണ ഭഗവാനോട് ഒരു അല്പം ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ തന്നെയാണല്ലോ എല്ലാ ദൈവങ്ങളും. അപ്പോൾ ആളുടെ ഫോട്ടോസും വിഗ്രഹങ്ങളുമാണ്. പക്ഷേ കുഞ്ഞു കുഞ്ഞേ കണ്ണന്മാരൊക്കെയാണ് കേട്ടോ, സൂക്ഷിച്ച് നോക്കണം ചിലതൊക്കെ. പിന്നെ എനിക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാത്രം ഒരുങ്ങിയാൽ പോരല്ലോ, ഞാൻ ഒരുങ്ങണമെങ്കിൽ എൻ്റെ ഭഗവാന്മാരും അല്ലെങ്കിൽ എൻ്റെ ദൈവങ്ങളും ഒരുങ്ങണ്ടേ. അപ്പോൾ എൻ്റെ കൃഷ്ണനെ ഒരുങ്ങണ്ടേ. അപ്പോൾ എൻ്റെ കൃഷ്ണനെയൊക്കെ ഒരുക്കിയതിന് ശേഷമേ ഞാൻ ഒരുങ്ങാറുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് പൂക്കളൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ കടയിൽ നിന്നാണ് കേട്ടോ, പൂക്കടയിൽ നിന്നാണ് പൂക്കളൊക്കെ വാങ്ങിക്കാറ്. പരിസരത്തൊന്നും ചെടികളോ പൂക്കളോ ഒക്കെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡാണ് കേട്ടോ പൂവൊക്കെ എല്ലാ ദിവസവും വാങ്ങി തരാറ്. പിന്നെ ഇനി പൂ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു തുളസിയുടെ ഇല വെച്ചാലും നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. പിന്നെ സത്യം പറയാലോ, ഞാനും കുറേ നാൾ മുന്നേ കണ്ടല്ലോ എല്ലാവരെയും പോലെ തന്നെ വല്ലപ്പോഴും അമ്പലത്തിൽ പോവും, വിശേഷ ദിവസത്തിൽ അമ്പലത്തിൽ പോവും, പ്രാർത്ഥിക്കും, കുറേ പരാതിയും പരിഭവവും പറയും ഭഗവാനോട്. അല്ലെങ്കിൽ വിചാരിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഭഗവാനെ കുറേ പഴിക്കും, പിന്നെ കുറേ നാളങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുണ്ടല്ലോ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടോ. ആരൊക്കെ നമ്മളെ കൈവിട്ടാലും, നമ്മുടെ നമ്മുടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഉണ്ടല്ലോ, ഭഗവാൻ നമ്മളെ കൈവിടില്ല. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി കേട്ടോ. നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അതൊരു ദൈവികതയാണ്. അല്ലാതെ നമ്മൾ പുറത്തൊന്നും അന്വേഷിക്കേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഈശ്വരനുള്ളതെന്ന് എനിക്ക് നല്ല ബോധ്യമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരുക്കി ഭയങ്കര നല്ല രീതിയിൽ ഒരുക്കിയിട്ട് ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ഇടണം കേട്ടോ. നിങ്ങളിങ്ങനെ അലങ്കരിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ വന്ന് നിങ്ങൾ ഇടണം കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭഗവാനിൽ വിശ്വസിച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹത്തോടെ, രാധേ രാധേ.